Hi dears, welcome back to ANJUZ WORLD. എൻ്റെ പേര് അഞ്ജലി രഞ്ജിത്ത്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. സൺടാൻ ഒക്കെ കാരണം ഫേസിന് ഒരുപാട് കരുവാളിപ്പൊക്കെ ഉണ്ടാവും. പലരും പറയുന്നതാണ് എനിക്ക് നേരത്തെ നല്ല കളറായിരുന്നു, വെയിലൊക്കെ കൊണ്ട് ഒരുപാട് കളർ പോയി എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കളറൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണിത്. ഇതിൽ നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന 2 ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ പതിവ് പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞു 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിതിലേക്കെന്ന്. അതിന് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ തേനാണ്. നമുക്ക് ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എല്ലാവരുടെയും കയ്യിൽ കാണുന്നതാണ് തേൻ, അല്ലേ? നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തേൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും വീട്ടിൽ, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് 1 സ്പൂൺ തേൻ മാത്രമേ നമുക്ക് ഈ പാക്കിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നാച്ചുറൽ ഹണി ഉള്ളവർക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ഹണി എടുക്കാം. അപ്പോൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഹണി നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഇത് നമുക്ക് 1 സ്പൂണാണ് വേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് അടുത്തത് വേണ്ടത് ലെമൺ ആണ്. ഞാനിവിടെ ഹാഫ് ലെമൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹാഫ് ലെമൺ തന്നെ ആവശ്യമില്ല, അപ്പോൾ അത് എത്ര വേണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഹണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഫുൾ സ്പൂൺ ഹണി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ സ്പൂൺ ഹണി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. ഹാഫ് ലെമൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഹണി എടുത്ത സ്പൂണിലേക്ക് ഒരു ഹാഫ് സ്പൂൺ ലെമൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഹാഫ് സ്പൂൺ ലെമൺ എടുത്തിട്ടുണ്ട്. ഇതിലൊരു അരി ഉണ്ട് കേട്ടോ, ഞാനതങ്ങ് മാറ്റും. അപ്പോൾ ഹാഫ് സ്പൂൺ ലെമൺ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്, അത് എടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തേ ഇതൊക്കെ ഉണ്ടോ, ഇതുപോലെ കിട്ടും മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ പറയാണ്, തേന് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലെമൺ എന്ന് പറയുന്നത് ഒരു വൈറ്റനിങ് ഏജന്റ് ആണ്. അപ്പം നമുക്ക് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ആവും. സൺടാൻ മൂലം കരുവാളിപ്പൊക്കെ ഉണ്ടായവർക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫേസ് ഫുള്ള് സാധാരണ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് ഇതിന്, അധികം കൊഴുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കണ്ണിൻ്റെ താഴ്വശമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഒരുപാട് മുകളിലോട്ട് കയറണ്ട, എന്നാൽ തന്നെയും ഇതാ ഇവിടം വരെയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് ലെമണ്. പക്ഷെ ചിലർക്ക് ലെമൺ പിടിക്കത്തില്ല. അങ്ങനെയുള്ളവർ പൂർണ്ണമായിട്ട് ഇത് ഒഴിവാക്കുക. ചിലർ പറയാറുണ്ട് ലെമൺ പിടിക്കാറില്ല എന്ന്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം, കയ്യിലോ മറ്റോ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ തേന് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യും നമ്മളുടെ ഫേസ്. നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേന്. അപ്പം നന്നായിട്ട് ഇതുപോലെ ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മാക്സിമം കട്ടിക്കിട്ടോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് മെയിലായിക്കും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് സിമ്പിളായിട്ടുള്ള ഫേസ് പാക്സ് ആണ് പറയുന്നത്, അതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഞാൻ നിങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് പറയേണ്ടത്. കാരണം ഇതുപോലെ ഒരു സപ്പോർട്ട് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ് തരുന്നത്. അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു
15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതൊന്ന് ഉണങ്ങി പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാനിതൊന്ന് 20 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഇതൊന്ന് ഉണങ്ങി പിടിക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ അതിന് മുന്നേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം നിങ്ങളിത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അതായത് ഒറ്റ ഒരു ഇതിന് വെള്ളം ഒഴിച്ചങ്ങ് കഴുകി കളയരുത്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോണ്ട് വേണം ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊന്ന് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് ഇതാ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിത് 1 ടൈം ഇടുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു വൈറ്റനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് പോരാ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഇട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീക്ക്ലി 2 ഡേയ്സ് ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇത് ഒരുപാട് ടൈമൊന്നും വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രാത്രിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് ഫേസ് പാക്ക് കാണിക്കുമ്പോൾ അത് രാത്രിയിൽ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വെയിൽ കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉടനെ ഈ വെയിലൊക്കെ കൊള്ളുമ്പോൾ. അത് തന്നെയല്ല നമ്മൾ പിന്നെ അത് ചെയ്തുകൊണ്ടോ യാതൊരു ഗുണവും ഇല്ല. അപ്പം നിങ്ങൾ വെയിൽ കൊള്ളാൻ ചാൻസ് ഉള്ള ദിവസം നിങ്ങളിത് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ഡേ അല്ലേ നമ്മൾ പുറത്ത് പോവുള്ളൂ. അപ്പോൾ പിന്നെ ഫേസിൽ വെയിലൊന്നും തട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. അത് തന്നെയല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യാത്തത്. ഇവിടുന്ന് നമ്മൾ ഇട്ട് കാണിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഏത് ഫേസ് പാക്സ് അപ്ലൈ ചെയ്താലും നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഫേസിലും നെക്കിലും 2 കളറിന് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.